ഹലോ ഗൈസ്, അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഒരു പാട്ടയം വലയൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ സൈക്കിളോട്ട് ഇറങ്ങിയതാണ് ഗൈസ്. അപ്പോൾ നമ്മളെ ഈ ബാക്കിലെ റോട്ടിൽ കൂടെ നോക്കിയപ്പോൾ ബ്രാലിൻ്റെ കുഞ്ഞുങ്ങളാണെന്ന് തോന്നുന്നു ഗൈസ്. എന്തോ ഇങ്ങനെ റോട്ടിൽ കൂടെ പോകണ്ടായി. അപ്പോൾ തന്നെ നമ്മൾ ഫോൺ എടുക്കാൻ പോയിട്ട് വന്നുകൊണ്ടിരിക്കണേണ്. ബ്രാലിൻ്റെ കുഞ്ഞാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ സ്പോട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം. സ്പോട്ടിലെത്തിയിട്ടുണ്ട്. പാത്രം നമുക്ക് തുറന്ന് നോക്കട്ടെ. തുറന്ന് വെച്ചിട്ട് വലയായിട്ട് ഇറങ്ങുന്നുണ്ട്. മീനിൻ്റെ ഇപ്പോൾ വരും ഗൈസ്. അവിടെ നിന്നാണ് ഗൈസ് നമ്മൾ മീനെ കണ്ടത്. കുറേ കൂട്ടങ്ങളായിട്ടാണ് ഗൈസ് വന്നത്. നോക്കട്ടെ ഇനി വരുമോന്ന് ഗൈസ്. ദേ ഒരു കുഞ്ഞത് ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. പിടിക്കാൻ പറ്റുമോ അറിയില്ല. ഞാൻ കാണിച്ച് ഗൈസ്. ദേ പോണു കണ്ട ഗൈസ്. കണ്ട ഇതേ പോണല്ല ഗൈസ്. കിട്ടിയായിരുന്നു ചെളിയുടെ ഇടയിൽ ഗൈസ്. ദേ കണ്ടാ ഗൈസ്. ഇത് എന്ത് മീനാണ് ഗൈസ്? ഇത് പുലിവാഹയുടെ കുഞ്ഞാണോ? അതേപോലെ ഉണ്ട് കേട്ടോ ഗൈസ്. പ്രിൻ്റ് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായി ഇത് ബ്രാലിൻ്റെ കുഞ്ഞാണോ എന്തിൻ്റെ കുഞ്ഞാണോന്ന് അറിയില്ല ഗൈസ്. ബ്രാലിൻ്റെ കുഞ്ഞാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ പാട്ടയിലേക്ക് ഇടാം. ഇത്ര മീനെ കിട്ടിയിട്ടുണ്ട്. ഞാൻ കടുത്തതിനെ പിടിക്കാൻ പോവാം. വലയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി എവിടെ നിന്നാണ് കിട്ടണമെന്ന് അറിയാൻ പറ്റില്ല. നമുക്കിപ്പോൾ ഈ കാനയിലേക്ക് എല്ലാവരും കൂടി കൂട്ടത്തോടെ പോണേരുന്നു. നമുക്കൊന്നിനും പിടിക്കാൻ പറ്റിയില്ല തോന്നുന്നു. പിന്നെ നമ്മുടെ ഈ വല ഉണ്ടായില്ല. ഈ കോലായിരുന്നു ഗൈസ്. ഒന്ന് രാവിലെ മാത്രമാണ് തോന്നുന്നു അതുങ്ങൾ വന്നത്. കാരണം വൈകിട്ടൊക്കെ നമ്മൾ ഇരിക്കൂടെ ഇറക്കുമ്പോൾ ഒന്നും കാണാറില്ല ഗൈസ്. ഇപ്പോൾ മഞ്ഞുമില്ല കേട്ടോ. കഴിഞ്ഞ എത്ര കേട്ടോ ഇതൊരു ഒഴുക്കാണ്. നേരെ കാനയിലേക്കാണ് പോണത്. ഇത് വന്ന സ്ഥലത്തേക്കൊന്ന് പോയി നോക്കാം. ഇവിടെ നിന്ന് കിട്ടും കഴിച്ച് ചിലപ്പോൾ നമുക്ക്. ഇവിടെയൊക്കെ നല്ല അനക്കുണ്ട്. ഇവിടെ നിന്ന് മീനെ പിടിക്കാൻ പറ്റില്ല. കാരണം ഇവിടേക്ക് എന്തായാലും പിടിക്കാൻ നല്ല ടാസ്ക്കാണ്. ഒഴുക്കിന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ എങ്ങനെയും പിടിക്കാം. അതും കുറച്ച് ടാസ്ക് ആണെങ്കിലും കുഴപ്പമില്ല വലിയ. ഗൈസ് വന്നത് ഗൈസ് കാണണ്ട. നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടോ? അതെ ഗൈസ് നമ്മുടെ വലയുടെ ഫ്രണ്ടിൽ. പക്ഷേ അതിന് നമുക്ക് കൈ വെച്ച് പിടിക്കാൻ പറ്റും. ഗൈസ് കിട്ടിയെന്ന് തോന്നണം ഗൈസ്. കിട്ടിയിട്ടേ ഇതാണ് ഗൈസ് നമുക്ക് കിട്ടുന്ന ബ്രാലിൻ്റെ കുഞ്ഞുങ്ങൾ ഗൈസ്. ഉണ്ടോ ഇതുങ്ങളെയാണ് ഗൈസ് നമുക്ക് കിട്ടുന്നത്. 2 എണ്ണം ഇട്ടുണ്ട്. നേരത്തെ ചാകരയായിരുന്നു ഗൈസ്. ഇപ്പോൾ കുറഞ്ഞ് മഴ പെയ്തിട്ട് ആ പറമ്പി ഫുള്ള് വെള്ളം കെട്ടി കിടക്കണ ഗൈസ്. വലിയ ബ്രാലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതാണ് കുഞ്ഞുങ്ങളിങ്ങനെ വന്നത്. ഇപ്പം തന്നെയാണ്. കുറച്ച് നേരം നമുക്ക് ക്യാമറ പിടിച്ചുകൊണ്ട് ഇന്ന് നോക്കാൻ വരുമായിരിക്കും. വെള്ളം കുറവായതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഇതിനെ കിട്ടുന്നത്. ഇല്ലെങ്കിൽ കിട്ടൂല, ഉറപ്പാണ് നമുക്ക് കാര്യം. പക്ഷേ ആദ്യം വന്നു വെച്ചെങ്കിൽ പിന്നെ ക്യാമറയൊന്നും ഉണ്ടായില്ല. കുറേ എണ്ണം തോട്ടിലേക്ക് പോകണമായിരുന്നു. അത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല ഗൈസ്. ഉണ്ടോ വെള്ളം ഉണ്ടോ? റോട്ടിൽ കൂടെയാണ് ഈ വെള്ളം പോണത്. നടുക്ക് കിട്ടി. സംസാരിച്ചുകൊണ്ടിരുന്ന പൊരുത്തം പോയിക്കുന്നു. ഞാൻ വിചാരിച്ച് കിട്ടില്ല. എന്തോ ഭാഗ്യത്തിന് കിട്ടിയതാണ്. നോക്കി 3 മീനായി. സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നാണ് വന്നിട്ടാ. ഞാൻ കിട്ടൂലെന്ന് വിചാരിച്ചത്.
ഗൈസ് കുറച്ച് ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ നമുക്ക് കിട്ടില്ല. നമ്മൾ ടാർഗറ്റ് ഒരു 5-6 മീനൊക്കെയാണ് ഗൈസ്. അപ്പോഴൊക്കെ മതി. കാരണം ഇവിടെ നിൽക്കണം, കുറേ നേരം നിൽക്കേണ്ടി വരും. നമുക്കാണെങ്കിൽ ഇന്ന് ഞായറാഴ്ച കൊണ്ട് പള്ളിയിലൊക്കെ പോകാനുള്ളത്. അതുകൊണ്ട് സമയം വൈകുന്നോറും നമ്മൾ നിർത്തും ഗൈസ്. കാരണം 7:41 ഒരു 45 നമ്മൾ നിർത്തും. അതുവരെയും കിട്ടുന്ന മീനുകളൊക്കെ പിടിക്കുള്ളൂ ഗൈസ്. കാണാനില്ല കേട്ടോ. ഇപ്പം ഇടയ്ക്കിടക്കാണ്, നേരത്തെ കുറേ ഉണ്ടായി. ഇപ്പം ഇടയ്ക്കിടക്കാണ് വന്നത്. ഇന്നലെയൊന്നും വന്നില്ല ഗൈസ്. ഇന്നലെയൊക്കെ നമ്മൾ ഫുൾ ടൈം ഇവിടെ കളിക്കണമായിരുന്നു. ഇന്നലെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മൊത്തത്തിനെ പിടിച്ചുകൊണ്ട് പോയാൽ. നമുക്കിവിടെ ചൂണ്ടിടാട്ടാ ഗൈസ്. ചൂണ്ടിടുന്ന വീഡിയോ തന്നെ ഉണ്ട് വൈകാതെ തന്നെ. അടുത്ത ഞായറാഴ്ച, അടുത്ത ശനിയാഴ്ചയായിട്ട് നമ്മൾ ഇടണമായിരിക്കും ഗൈസ്. കാരണം നാളെ തൊട്ട് സ്കൂൾ തുറക്കും. അടുത്ത ശനിയാഴ്ച അമ്മ ചൂണ്ടിടും ഗൈസ്. ഈ പറമ്പിൽ ചൂണ്ടിടും. കാരണം പറമ്പിൽ നിന്നാണ് ഈ മീനുകളൊക്കെ വന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അമ്മ മീനുണ്ടാവും ഗൈസ്. അപ്പോൾ ഒന്ന് നൈസായിട്ടൊന്ന് ഇറങ്ങി പോവാം. നമുക്കൊന്നും കൂടി അവിടം വരെ നടന്നിട്ട് വരാം. ഇപ്പോഴേക്കും ഇവിടെ നിന്നൊക്കെ എന്തോ പോലെ തോന്നുന്നുണ്ട് മീനുകൾ പോകുന്ന പോലെ. പക്ഷെ പെട്ടെന്ന് ഈ പുല്ലിൻ്റെ ഇടയിൽ കയറണോണ്ട് നമുക്ക് കിട്ടില്ല. അതാണ് തേങ്ങ പ്രശ്നം. ഇവിടെ ചൂണ്ടിട്ട് ഉറപ്പായിരിക്കും മീൻ കിട്ടും എന്നുള്ള രീതി ഉറപ്പായിരിക്കും. കാരണം ഇവിടെ നിറച്ച് വെള്ളമാണ്. പറമ്പ് ഫുള്ള് നമ്മൾ നിൽക്കണ ബാക്കിൽ വരെയും വെള്ളമാണ്. ഗൈസ് ഇതൊരു പായലല്ലേ, ഒരു പായൽ പോലത്തെ സാധനം. സമയം വളരാതെ വഴുകുന്നു. നമ്മൾ തിരിച്ചു പോകുമ്പോൾ എല്ലാം മീനെ കാണണമെങ്കിൽ പിടിക്കുന്നു, ഇല്ലെങ്കിൽ പോകുന്നു. കാണാനില്ലല്ലോ. സ്വർണ്ണത്തിനെ കൂടി പിടിക്കായിരുന്നു. നമുക്ക് ഭാഗ്യം ഇല്ലാണ്ടായിപ്പോയി. മീനൊന്നും കാണാനില്ല. പോവാം ഗൈസ്, പോവാം, മതി. എന്നാലും ഒരെണ്ണത്തിനെയും കൂടി കിട്ടണമെങ്കിൽ കൊള്ളായിരുന്നു. കുറച്ച് നേരം മിണ്ടാണ്ട് നോക്കാം. മിണ്ടാണ്ട് നിൽക്കുമ്പോൾ ചിലപ്പോൾ വരും. സമയം നോക്കട്ടെ ഗൈസ്. സമയം 44 1 മിനിറ്റ് കൂടി ഉണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടമുണ്ടിരുന്ന വീഡിയോ ഒക്കെ വരും. ഇല്ലാന്ന് തോന്നുന്നു. ഉണ്ട്, വന്നില്ല. ആകെ 3 മീനെ കിട്ടിയുള്ളൂ. ഒരെണ്ണത്തിനെ കൂടി കിട്ടിയാച്ചെങ്കിൽ നമ്മൾ അക്വേറിയം കാര്യമായി കിടക്കണമായിരുന്നു. അപ്പോഴാണ് ഇതിനെ കിട്ടിയത്. നമുക്ക് ഞാഞ്ഞുള്ളിനൊക്കെ കൊടുത്ത് ചെറുതായിട്ട് വളർത്താൻ പറ്റും. നമ്മുടെ സ്ഥലത്താണെങ്കിൽ കുറേ ഞാഞ്ഞുള്ളികൾ ഉണ്ടാകുന്നുണ്ട്, കുഴപ്പമില്ല. ഇല്ലാന്ന് തോന്നുന്നു. ഒരെണ്ണം പോയി ഇല്ല, കിട്ടി. കറക്റ്റ് വലയ ചാടിയായി പോയിന്ന് വിചാരിച്ചിരിക്കുമ്പോൾ കറക്റ്റ് വലയ ചാടി. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ വീട്ടിൽ പോയാൽ നമുക്ക് ഇതും കൂടി കിട്ടൂലായിരുന്നു. ഞാൻ ചോദിക്കും ഇത് കിട്ടിയിട്ട് എന്തിനാന്ന് വെറുതെ രസം. 4 മീനായി. ഇനി നമുക്ക് പോവാം. ഇനി ഒന്നുമില്ലല്ലോ.
ഒന്നും കൂടി ഒന്ന് റൗണ്ട് അടിക്കുക. എവിടെയെങ്കിലും വിമാനം ഇപ്പം ഉണ്ടാവും നോക്കാം. അത് മീനല്ല, വലിയ മീനുകൾ വന്നേച്ചാൽ പൊളിച്ചാൽ. ചെറിയ മീനുകളാണ്. സമയമായി നല്ലോണം. 46 അപ്പം ഈ വീഡിയോ ഒന്ന് ഇവിടെ നിർത്തണേ. അപ്പം നമുക്കായ 4 മീനുകൾ കിട്ടിയത്. അപ്പം ഇനി അടുത്ത ശനിയാഴ്ച സംഭവം വരും. നിറച്ച് മീനും കൊണ്ട് പോകുള്ളൂ. നല്ലോണം ചൂണ്ടിടണം. കുറച്ച് മീനുകൾ നിറച്ച് പിള്ളേരൊക്കെ ഇരിക്കും കളിക്കുന്നത്. അവർക്ക് കുറേ മീനെ കിട്ടാൻ ചാൻസ് ഉണ്ട്. പൈസയൊന്നുമില്ല. നമുക്കിത് നിർത്താമെന്ന് പറയുമ്പോഴേ ഒരുത്തൻ പോയി ഐസ് പോയി തിരിച്ചുപോയി. ഒരുത്തൻ വന്നിരുന്നു ഐസ്, പക്ഷെ തിരിച്ചുപോയി. ഐസ് നമുക്ക് കിട്ടിയത് കൊണ്ട് പോവാം. നൈസായിട്ട് വരൂലെന്ന് തോന്നുന്നു. ഐസ് വല മക്കളെയാണ് ഇരിച്ചിരിച്ച്. ഇല്ലല്ലോ, ഇല്ല. സമയവും പോണേണ്. രണ്ടാമത് കിട്ടിയതിനെ കൊണ്ട് പോണേണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇത്ര എത്തിയത്. പക്ഷേ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം. അതേ കഴിച്ച് ഒരുത്തമ്മ സപ്പോർട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ രണ്ടുപേരും ഒന്ന് കഴിച്ച് പോയി. കഴിച്ച് ഒരെണ്ണത്തിനെ കിട്ടി. ഇതാ ബ്രാലിൻ്റെ കുഞ്ഞാണെന്ന് തോന്നുന്നു. പോയി. ചത്തുപോയി. എനിക്ക് 5 കിട്ടി. ആ 5 ഉള്ളൂ. താമരക്കുളത്തിലെ മീനിനകത്ത് കൂട്ടി. രണ്ട് മീനെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ 3 മീനാണ് ഉള്ളത്. ഇനി നമുക്ക് 2 വേണ്ടി പിടിച്ചിട്ട് പോകാമെന്ന്. കിട്ടി. കാനേ പോയി. കാനേ പോയി. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പള്ളിയിൽ പോലും നടക്കില്ല. അതുകൊണ്ട് നമ്മൾ കയ്യും കഴുകി പോകണത്. പോണേ സമയം വൈകി. അപ്പോൾ എല്ലാവർക്കും ബൈ.